ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാലേട്ടൻ്റെ തുടരും എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ്. അപ്പം സിനിമ ഏപ്രിൽ 25 റിലീസാവുന്നത് 22 ഇനി 3 ദിവസമേ റിലീസിന് ബാക്കിയുള്ളൂ. അപ്പോൾ ഈ സിനിമയുടെ ഡ്യൂറേഷൻ എത്രയാണെന്ന് നോക്കുമ്പോഴത്തേക്കും 2.25 മണിക്കൂറിനടുപ്പിച്ചാണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ. അപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഫാമിലി സിനിമ എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സിനിമയ്ക്കകത്ത് കുറേ ത്രില്ലിംഗ് എലമെൻറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യവും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ സിനിമയുടെ ഇപ്പോഴത്തെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഇപ്പോഴും ഷോയ്ക്കകത്ത് 100K ഇൻട്രസ്റ്റ് ആയിട്ടില്ല. ഇപ്പോഴും അത് 19K ആണ്. ഒരു സാധാരണ നെസ്ലിൻ്റെ സിനിമകൾക്ക് പോലും 100-150K ആണ് അതിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നതെങ്കിൽ ഈ മോഹൻലാൽ സിനിമയായ തുടരുവിന് ഇപ്പോഴും 19Kയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ഇത്രയും കമൻറ്റ് ബോക്സിൽ വന്ന് ഇതുപോലുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന മോഹൻലാൽ ഫാൻസുകാർ എന്തുകൊണ്ട് തുടരും എന്ന് പറഞ്ഞ സിനിമയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല? നിങ്ങൾക്ക് ഒരു ബുക്ക് ഓപ്പൺ ചെയ്ത് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട അത്ര കാര്യം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുന്നില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ തുടരും എന്ന് പറഞ്ഞ സിനിമയെ പാടെ അവോയ്ഡ് ചെയ്തിരിക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ബസ്സൊക്കെ എന്നുള്ള സിനിമ പോലും സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ 100Kക്ക് മുകളിൽ ബുക്ക് മൈ ഷോയിൽ ഇൻട്രസ്റ്റ് വന്നു. നിങ്ങളിപ്പോൾ പറയും അതിൻ്റെ ഇൻട്രസ്റ്റ് വന്നിട്ട് കാര്യം കളക്ഷൻ കിട്ടേണ്ടതെന്നൊക്കെ പറയും. അവിടെ ഇതൊക്കെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമാണ്. സിനിമ ഒരാൾ ബുക്ക് മൈ ഷോയിൽ ലിസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് 100K അല്ലെങ്കിൽ ഒരു 50K പോലും വരാതൊരു സൂപ്പർ സ്റ്റാർ സിനിമ 2025 മാർച്ചിൽ റിലീസ് ചെയ്ത് രാവിലെ 3 ദിവസം മാത്രം ബാക്കിയുള്ളൊരു സിനിമയ്ക്ക് 100K ഇൻട്രസ്റ്റ് വന്നില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അത് മലയാള ഇൻഡസ്ട്രിക്ക് തന്നെ നാണക്കേടാണ്. ഇത്രയും വലിയൊരു സിനിമ, ഒരു ഇൻഡസ്ട്രി ഹിറ്റ് നേടിയെടുത്തിരിക്കുന്ന ഒരു നടൻ്റെ അടുത്ത സിനിമയെന്ന് പറയുന്നത് ഇതുപോലുള്ള പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾ വന്ന് ഇതിനകത്ത് കമൻറ്റ് ഇട്ടിട്ട് എന്താണ് കാര്യം? അപ്പോൾ നിങ്ങൾ ഈ തുടരുമെന്ന് പറഞ്ഞ സിനിമയെ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ ഞാൻ മറ്റേ 100 കോടി 150 കോടി ബഡ്ജറ്റ് വരുന്ന സിനിമകൾ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂലേ. അപ്പം നിങ്ങൾ ചുരുങ്ങിയ പക്ഷം മോഹൻലാൽ ഫാൻസ് മാത്രം അതിനകത്ത് ലൈക്ക് കൊടുത്താൽ പോലും എങ്ങനെ പോലും 100-150K അതിനകത്ത് ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പം നിങ്ങളത് അവഗണിക്കുകയാണ് നിങ്ങൾ ആ സിനിമയെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ബുക്കിംഗ് വന്നാൽ പോലും ചിലപ്പോൾ നമ്മുടെ എമ്പുരാൻ്റെ ആ ഒരു റഷ് ഇതിനകത്ത് കാണൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ആരും ഈ സിനിമയെ ശ്രദ്ധിക്കുന്നില്ല. സിനിമയുടെ ട്രെയിലറും ടീസറും ഒക്കെ വന്നിട്ട് പോലും ആരും അതിനെ പരിഗണിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുമ്പോഴത്തെ ഒരു സിനിമയല്ല, നല്ല രീതിയിൽ വരാനുള്ള സാധ്യതയുള്ളൊരു സിനിമയാണ്. കാരണം ഇതിൻ്റെ കഥ അങ്ങനത്തെ ഒരു കഥയാണ്. അപ്പോൾ ഇത് ആ രീതിയിൽ മാറേണ്ട സിനിമയെ നിങ്ങൾ ആരും ഇതിനെ ഒരു അവഗണിച്ച് നിർത്തേണ്ട സിനിമയല്ല. ഇത് മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ മാർക്ക് ചെയ്യുന്ന സിനിമയായിരിക്കും, അല്ലാതെ ഒരു താരത്തിനെ മാർക്ക് ചെയ്യുന്ന സിനിമയല്ല. ഇതൊരു താരം നടനാകുന്ന ഒരു അവസ്ഥയായിരിക്കും നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നതെന്നുള്ളത്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ചിലപ്പോൾ സൂപ്പർ സ്റ്റാറിൻ്റെ അത്രയ്ക്ക് വലിയ എലിമെൻ്റുള്ള സിനിമ ആയിരിക്കുമെന്നില്ല. പക്ഷേ തരുൺമൂർത്തി എന്ന സംവിധായകർ നമുക്കറിയാം, പുള്ളിയുടെ 2 സിനിമകൾ നമുക്കറിയാം. ആ സിനിമകൾ എലിവേറ്റ് ചെയ്ത രീതിയിൽ ഇതിനെ കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു അവാർഡ് സിനിമയാണെന്നല്ല. ഈ സിനിമ നല്ല രീതിയിൽ മോഹൻലാലിൻ്റെ അഭിനയവും കാഴ്ചവെക്കും, അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ കണ്ടൻറ്റും ഉള്ള സിനിമയാണ്. അപ്പം ഇത് നല്ല രീതിയിൽ കൊമേഴ്ഷ്യലായിട്ട് വിജയിക്കാനുള്ള സാധ്യതയുള്ള സിനിമയാണ്. പക്ഷേ ഇതിനകത്തുള്ള അഭിനയത്തിൽ ചിലപ്പോൾ ലാലേട്ടന് എന്തെങ്കിലും അവാർഡോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു റോളാണ് മോഹൻലാലിൻ്റെ ഈ സിനിമയ്ക്കകത്തുള്ളത്. അപ്പം മാക്സിമം ഈ സിനിമയെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് പകുതി സപ്പോർട്ട് ഈ സിനിമയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ സിനിമ വലിയൊരു വിജയമാവും. അപ്പം ഈ പെട്ടെന്ന് നിങ്ങളിപ്പോൾ മോഹൻലാൽ ഫാൻസ് ആണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ഇടുന്നതിന് മുമ്പ് നേരെ ബുക്ക് മൈ ഷോയ്ക്കകത്ത് പോയിട്ട് ഇൻട്രസ്റ്റ് മാർക്ക് ചെയ്യും. നല്ലൊരു സിനിമ വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണം, അല്ലാതെ വലിയ സിനിമകളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കരുത്. അത്രയും മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.